വാട്സപ്പ് ഇന്ന് സൺഡേ ആണ്. സാധാ സ്കൂളുകൾക്കെല്ലാം അവധിയാണ്, നമുക്കും അവധിയാണ്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ സൺഡേസിൽ നല്ല സുഖമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഈ സമയത്ത് ഉറങ്ങുമായിരിക്കും. പ്രത്യേകിച്ച് മഴയാണ്, വളരെ തണുത്ത ക്ലൈമറ്റിലെല്ലാം പുതപ്പ് മൂടിയൊക്കെ നമുക്ക് ടൈമാണ്. പക്ഷെ നമ്മൾ ഒരു 7-7:30 ആകുമ്പോൾ എണീറ്റ് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആൽഫയുടെ പിള്ളേരാണ്. നമ്മൾ ആൽഫയുടെ ക്യാമ്പസ് ഒക്കെ സൺഡേ എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി വന്നത്. എൻ്റെ പേര് നിരഞ്ജൻ. എൻ്റെ പേര് റോഹൻ. എൻ്റെ പേര് ജോഹാൻ. അപ്പോൾ നമ്മൾ ആൽഫയുടെ ക്യാമ്പസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ വരാം. നമ്മൾ സാധാരണ രാവിലെ എഴുന്നത് 5 മണിക്കാണ്. നീ എത്ര മണിക്കാണ് എഴുന്നത്? 6 മണി. പതുക്കെ വേരിയൊക്കെ ആയിട്ടിരിക്കും. പക്ഷേ നമ്മൾ 5 തൊട്ട് 7 വരെ പഠിക്കാനുള്ള ടൈമാണ്. നമ്മൾ ഉറക്കമൊക്കെ വിട്ടു വരുന്ന പോലെ ഇരിക്കും. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് 5 മണിക്ക് എണീച്ച് പഠിക്കാതിരിക്കും, വേറെ കാര്യം. അപ്പോൾ നമുക്കൊന്ന് ക്യാമ്പസ് ഒക്കെ ഒന്ന് ചുറ്റി കണ്ടു വരാം. ഇതാണ് നമ്മുടെ ഗാർഡൻ. വളരെ മനോഹരമായ ബ്യൂട്ടിഫുള്ളായ ഗാർഡൻസ് ആണ്. ഹോസ്റ്റലിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ ഇരുന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് നമ്മുടെ എൻട്രൻസ് ഏരിയ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പയ്യന്മാർ കുറേയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇത് നമ്മുടെ മറ്റേ റൂംസിലേക്കൊക്കെ പോകുമല്ലോ സ്ഥലം. ഇതോടെ ഹോൾവേ ആണ്. അപ്പോൾ നമ്മൾ റൂംസിലേക്ക് പോകാമെന്ന്. നമുക്ക് റൂംസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ്. നമ്മളൊരു റൂമിൽ 4 പേരായിട്ടാണ് കിടക്കുന്നത്. അവസാനത്തെ റൂമിൽ മാത്രം 5 പേരാവും. പക്ഷേ അത് ഇതുവരെ ഫില്ലായിട്ടില്ല. ബാക്കിയുള്ള റൂംസിലൊക്കെ 4 പേരാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു റൂമിലേക്ക് കയറാം. ഇതാണ് റൂം. ഇതാണ് നമ്മുടെ റൂം. ഈ റൂമിലുള്ളത് ആദിനാഥ്, അൽഫോൺസ്, നിരഞ്ജനൊക്കെയാണ്. അത് വരാറില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ മനോഹരമായി കിടക്കുന്ന റൂംസ്. അപ്പോൾ ഇവിടെ പലതരം സാധനങ്ങൾ നമുക്ക് ആൽഫ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അവൻ പറഞ്ഞുതരും. പിന്നെ ഒരു ഡയറി വരും. അല്ലാതെ നമ്മൾ ദിവസത്തെ എന്ത് പഠിച്ച അടുത്ത ദിവസം ടൈം ടേബിളും എല്ലാം എടുത്ത് നമ്മൾ ഒരു ദിവസം എന്തൊക്കെ പഠിക്കുന്നു അതൊക്കെ ഈ ഡയറിയിൽ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് പഠിക്കാനായിട്ട്. എന്തൊക്കെ പഠിച്ചെന്നുള്ളത് നമുക്ക് വാർഡൻസിനും ടീച്ചേഴ്സിനൊക്കെ കാണിക്കാൻ പറ്റും. നമ്മളൊക്കെ എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെ ഇനി പഠിക്കാനുണ്ട്, എന്തൊക്കെ ബാക്കിയുണ്ടെന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് അത് ഭയങ്കര. അപ്പോൾ നമ്മളിപ്പോൾ വെളി വന്നേക്കുവാണ് ഹോസ്റ്റലിൻ്റെ. ഇതാണ് നമ്മളെ വളരെ വലിയ അതിമനോഹരമായ ബ്യൂട്ടിഫുള്ളായ ഒരു ഗാർഡൻ. ഇവിടെ നിറയെ ചെടികളും പൂക്കളും പുൽച്ചാടികളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഇവിടെ വന്നിട്ട് കസേരയൊക്കെ ഇട്ട് ചുമ്മാ ഇരുന്ന് തമ്മിൽ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ നമ്മളെ സ്കൂളിൽ നമുക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറേ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒന്ന് ബാസ്കറ്റ്ബോൾ ഉണ്ട്. ബാസ്കറ്റ്ബോൾ ഇവിടെ 4:30 തൊട്ട് 6 മണി വരെ കളിക്കാം. പിന്നെ ഫുട്ബോൾ കോർട്ട് ഉണ്ട് പുറത്ത്, അവിടെ ആൾക്കാരുണ്ടെങ്കിൽ പോയി കളിക്കാം. പിന്നെ ഇവിടെ ബാഡ്മിൻ്റൺ, വോളിബോൾ ഉണ്ട്. അതൊക്കെ ഇവിടെ തന്നെ കളിക്കുന്നത്. നമുക്ക് ടൈം ഉണ്ടേ പോയി കളിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണം. അത് നമ്മുടെ ഇഷ്ടമാണ്. സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു 12:45 നമുക്കപ്പോൾ ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് മെസ്സിലേക്ക് പോകാം. അവിടുത്തെ ഫുഡ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വരാം. ബായോ. ഫ്ലാറ്റ് എടുത്ത് നോക്കി ഫുഡ് എന്താ നോക്കാം. അയ്യോ, വാവ്, ചോറുണ്ട്. എന്താ ചേട്ടാ? ഓക്കെ, മതി. തോരൻ ഇത്ര ഉള്ളോ? തീർന്നോ? എന്താ സാറേ ഇത്? വേണ്ട, അച്ചാർ കുറച്ചേക്കോ. മതി. ഫുഡ് കിട്ടി, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ചോറുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ഫുഡ്. അപ്പോൾ ശരിയെന്നാ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡാണ്. വയറൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോയിട്ട് കുറച്ച് നേരം നല്ല കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് തുണിയൊക്കെ നനച്ചിട്ട് പിന്നെ ഫ്രണ്ട്സോടൊക്കെ ചളി പറഞ്ഞൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് ഒരു 4:45 5 മണിയൊക്കെ ആകുമ്പം ഒരു ചായ ഒരു കടിയൊക്കെ കഴിച്ച് അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്ന് അപ്പോൾ അതൊക്കെ ഹോസ്റ്റലിൽ കയറി കുളിച്ച് കുട്ടപ്പന്മാരായി ഒരു 7-8
8 മണി 7 തൊട്ട് 8 വരെ പഠിക്കണം. അതിനിടയ്ക്ക് ഡിന്നർ കഴിച്ചിട്ട് ഉടനെ വന്നത് പഠിക്കും. അപ്പോൾ 7 തൊട്ട് 11 വരെ വയ്ക്കാം. ഡിന്നർ ടൈം ഒരു 1-1.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. എത്ര മണിയാണ് പഠിക്കുന്നത്? 11 മണി വരെ മാക്സിമം ഇരിക്കും. 10-11 മണി വരെ ഇരിക്കും. അത് കഴിഞ്ഞിരിക്കണമെങ്കിൽ വാർഡിനോട് ചോദിക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ മൺഡേ ആണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇത് കാണും. രാത്രി ഉറങ്ങി എഴിച്ച് നാളെ സ്കൂളിൽ പോകണമല്ലോ. 5 മണിക്ക് കഴിക്കണം പഠിക്കാനുള്ളതുകൊണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് വ്ളോഗ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, ബൈ.